കാണുന്ന പൊത്തിന്റെ ഫ്രണ്ട് ആ ചപ്പിനകത്ത് അതെ ഇതല്ലേ? ഹോള് ചെറിയ ഹോളൊന്നും അല്ല. അതാ ഇതിൻ്റെ അവസാനം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതാ പോണേ ചക്കരേ, എവിടെ പോണ മൊത്തേ? ഇങ്ങനെ ഇരിക്കുന്ന നോക്കണ്ട, നല്ല ആക്റ്റീവാണ്. നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്തിനടുത്ത് പാതിരിയോടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഒരു മാളത്തിൽ നിന്ന് ഒരു അതിഥി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വളഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു പേടിയായിപ്പോയി. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ പറമ്പാണ്, അപ്പോൾ അതിനകത്ത് മാളത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവരവിടെ നോക്കുമ്പോൾ എപ്പോഴും അതിങ്ങനെ വെളിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ടെറസിൻ്റെ മുന്നിൽ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ കാണുന്നുണ്ട് തന്നെ. അപ്പോൾ അവർക്കൊരു പേടി പോലെ തോന്നി. നമ്മൾ ആ സ്ഥലത്ത് എത്തി. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മൾക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുകയാണ്. എന്താണ് സാധ്യത നമുക്ക് അറിഞ്ഞുകൂടാ. പുള്ളി പറഞ്ഞ വലിയ പാമ്പാണ്, നല്ല വണ്ണമുണ്ട്, നല്ല സൈസ് ഉണ്ടെന്നൊക്കെ പറയും, നല്ല എന്താ പറയുക നീളം കുറവാണെന്നൊക്കെ പറഞ്ഞു. എന്താണെന്ന് ഒരു പിടി മാളം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, എത്രത്തോളം വലിയ മാളമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എവിടെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എത്രത്തോളം ഇടിക്കണമെന്ന് പറയാൻ പറ്റില്ല, എത്രത്തോളം താമസിക്കുമെന്ന് പറയാൻ പറ്റില്ല. പോകാൻ നമുക്ക് നമ്മുടെ അതിഥിയെ കണ്ട സ്ഥലത്തേക്ക്. ഇതിപ്പോൾ നമുക്ക് കാണാം, ഇതൊരു കാവാണ്, നല്ല അടിപൊളി ഒരു കാവ്, സൂപ്പർ കാവ് എന്ന് നോക്കി. നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിലിപ്പോൾ കാവുകളൊന്നുമില്ല. പണ്ടൊക്കെ ഏക്കർ കണക്കായിരുന്ന കാവുകളുണ്ടായിരുന്നതുകൊണ്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ പല പല വെറൈറ്റി പക്ഷികൾ, പല എന്താ പറയുക അണ്ണാനെ പോലുള്ള ജീവികൾ. ഇപ്പോൾ അണ്ണാനൊന്നും കാണാൻ പോലില്ല. ഇപ്പോൾ അണ്ണാനൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാട് അണ്ണാനുണ്ട്. ഇപ്പോൾ അണ്ണാനൊന്നും കാണുന്നില്ല. ഇപ്പോൾ നല്ലൊരു കാവാണ്. ഈ കാവുകളുള്ളതുകൊണ്ട് കുറേ പാവം ജീവികൾ ജീവിക്കുന്നു. പിന്നെ ഈ കാവെന്ന് പറയുന്നൊരു വിശ്വാസം, ഇങ്ങനെ കോൺസെപ്റ്റ് ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലുള്ളതുകൊണ്ടും പാവം സാധുവായ പാമ്പുകൾ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് സൂപ്പർ കാവ്. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം, നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക്. നമസ്കാരം ഏട്ടാ, സുഖമായിരിക്കുന്നല്ലോ? അപ്പോൾ നമുക്ക് ഇതിനെ കണ്ടത് എവിടെയാണെന്ന് പറഞ്ഞു? കണ്ട ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ്. അത് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചുറ്റി അങ്ങ് ഇരിക്കുമായിരുന്നു. ഓ, അവിടെയാണ് ഈ മാളമല്ല. ആ പൊത്തെന്ന് പറയുന്നതിൻ്റെ നേരെ ഫ്രണ്ട് അവിടെ പൊത്തുണ്ടല്ലേ? അതെ അതെ. ഇതിന് മുള്ളാണെന്ന് തോന്നുന്നല്ലേ? മുള്ളാണെന്ന് തോന്നുന്നത് കേട്ടോ. നിങ്ങൾ താമസിക്കുന്ന ഇതിലാണല്ലേ? അതെ, ഇതിലാണ് കണ്ടത്. ആ കാണുന്ന പൊത്തിന്റെ ഫ്രണ്ട് ആ ചപ്പിനകത്ത്. അതെ. ഓഹോ, എത്ര ഇന്ന് മാത്രമേ കണ്ടുള്ളൂ? അത് നേരത്തെ കാണുന്നുണ്ടോ? നേരത്തെ കാണുന്നില്ല. നേരത്തെ സാധാരണ ചേര വരുന്നുണ്ട് ഈ മാളത്തിനകത്തല്ലേ? അതിനകത്ത് പോയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഇവിടെ തന്നെ ഈ കാണുന്ന തെറ്റയിൽ ഇരിക്കുമായിരുന്നു. ഓ, ഈ തെറ്റല്ലേ? ഓ, അവിടെ നമ്മുടെ ഒത്തിരി നേരം വീക്ഷിച്ചു. അപ്പോൾ ഇത് അനങ്ങാതെ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കയറി പോകണം നിങ്ങൾ അറിയാൻ വേണ്ടി. കാരണം കറക്റ്റ് വെച്ചല്ലാത്തതുകൊണ്ട് ഒരു കല്ലെടുത്ത് ചുമ്മാ ഇങ്ങോട്ട് സൗണ്ട് കാണിച്ചായിരുന്നു. അപ്പോഴിത് നേരെ ഉള്ളിലോട്ട് കയറി. ഇതിനകത്തേം കയറി. അത് കറക്റ്റ് ഒരു മണിക്കാണ്. 1 മണി. പിന്നെ അതിനുശേഷം വെളിയിലോട്ട് ഇറങ്ങി. ഞങ്ങൾ 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ വീണ്ടും ഈ സാധനം പുറത്ത് അതുപോലെ തന്നെ ഇരിക്കുന്നു. ഓ, ഇവിടെ ഇരിക്കുന്നു അല്ലേ? അതെ. ഇത് ഇങ്ങോട്ടൊന്നും കയറി പോയിട്ടില്ല? അങ്ങോട്ട് പോയിട്ടില്ല. അത് കറക്റ്റ് തിരിച്ച് ആ പൊത്തിനകത്ത് എങ്ങനെ തെറ്റിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പൊത്ത്. അതെ, ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഓ, ഇവിടെ തിരിച്ചാൽ കയറി. അപ്പോൾ ഈ പൊത്തിനകത്താണ് ഉണ്ടെന്ന് ഇവർ പറയുന്നത്, ഈ ഹോള്. പക്ഷേ ഈ ഹോള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറ്റുകയെന്ന് പറഞ്ഞാൽ ഇത് പൊന്മാൻ മുട്ടയിടാൻ വേണ്ടിയിരിക്കുന്ന ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ കുറച്ചുകൂടിയുള്ള ഹോളുകളിലാണ്, ഇങ്ങനെയുള്ള സ്ഥലം ഈ കുത്തനെയുള്ള ഹോളുകളിലാണ്, മണ്ണിൻ്റെ താരകളിലാണ് പൊന്മാൻ മുട്ടയുടെ ഇരിക്കുന്നത്, കൂടുണ്ടാക്കുന്നത്. ഇത് കണ്ടാൽ അങ്ങനെ തന്നെ തോന്നും, പക്ഷേ ഇതല്ല. അപ്പോൾ ഇവർ പറഞ്ഞത് കറക്റ്റായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും, തിരിച്ച് അതിലേക്കും കയറി. അപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ വീട്ടിലെ ഈ വസ്തുവിൻ്റെ ചേച്ചി നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ നീളം കുറവാണ്. അപ്പോൾ നല്ല മണ്ണുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇദ്ദേഹം പറയുന്നത് നല്ല അടിപൊളി സൈറ്റാണ്. പിന്നെ ഇതിൻ്റെ മാളത്തിൻ്റെ കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നതൊക്കെ മുള്ളാണ്, കംപ്ലീറ്റ് ചുടലി മുള്ളെന്ന് പറഞ്ഞ സാധനമാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ കണ്ടാത്തൊന്നും വെറും ചേട്ടാ മനുവേണ്ടി ചെയ്യുന്നോ എന്നായി. ഇതിൻ്റെ അടിയിലല്ലേ ഹോള്? ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവർ പറയുന്നൊരു മാളം
ഇതല്ലേ നമ്മൾ ആ കാണുന്നതാണ് ഇവർ പറയുന്ന ഹോള്. പക്ഷെ അത് മേപ്പോട്ടാണ് വരുന്നത്. ഇനി മേപ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ എൻട്രൻസ് ഉണ്ടോ എന്നറിയില്ല. അത് തന്നെ. നമുക്കെന്തായാലും മൺമട്ടിപ്പണി നടക്കുന്നൊന്നുമില്ല. പാര ടോർച്ചുണ്ടെങ്കിലും വരുമല്ലോ. അപ്പോൾ നമുക്കെന്തായാലും ഇതിനകത്ത് ഇവർ പറഞ്ഞ കണക്ക് ഹോള് ചെറിയ ഹോളൊന്നും അല്ല, നല്ല ഉള്ളിലേക്ക് കാണുന്നുണ്ട്. ഇത് നമുക്ക് ഇപ്പോൾ മൊബൈലിൻ്റെ വെട്ടത്തിലൊന്നും അടിച്ചിട്ട് കാണുന്നില്ല. ഇതിൻ്റെ അവസാനം എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും നല്ല ഉള്ളിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇതിനകത്ത് ഈ കമ്പ് നമ്മൾ തിരിഞ്ഞുള്ള കമ്പ് ഇട്ടിട്ട് അകത്തോട്ട് കമ്പ് പോകുന്നുണ്ട്. പക്ഷേ ഉള്ളിലേക്ക് നല്ല വഴിയാണ്. എനിക്ക് തോന്നുന്നത് ഈ മരക്കുറ്റിയുടെ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും അതിൻ്റെ സീറ്റിംഗ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്രയ്ക്ക് ഉള്ളിലേക്ക് ഹോള് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത്ര ഇടിച്ചുള്ളൂ. ഇവിടെയാണ് ഹോള് കണ്ടത്. ഇവിടെ നിന്ന് അത്രയും ഭാഗം ഇടിച്ച് തെളിച്ച് നല്ല ഉറപ്പുള്ള മണ്ണാണ്. പെട്ടെന്ന് ഇടിഞ്ഞ് വരത്തില്ല, പെട്ടെന്ന് ഉറപ്പുള്ള മണ്ണ്. അപ്പോൾ നമുക്ക് എന്തായാലും രണ്ടുപേരെ കൂടെ സഹായത്തിന് വിളിച്ചിട്ടുണ്ട്. കാരണം ഒത്തിരി പണിയുണ്ട്. അപ്പോൾ അവർ 2 ചേട്ടന്മാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കുറച്ച് പതുക്കെ മണ്ണ് മാറ്റാൻ പറ്റുമോ? എന്താ പറയുക, ഇത് നമ്മൾ JCB വെച്ച് മാന്തങ്ങളൊക്കെ മാന്താനൊന്നും പറ്റില്ല. പതുക്കെ വെട്ടി നോക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഹോൾ മേളിലോട്ട് പോകുന്നത് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം താപ്പോട്ടാണ് പോകണമെങ്കിൽ ഒരു പണി നടക്കില്ല.
ഇവിടെ അങ്ങ് വലിക്കണം, ഇതങ്ങ് വലിക്കണം. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ദൗത്യം അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കണ്ടിട്ടില്ല. മേളിലോട്ടൊരു ഹോൾ കിടപ്പുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞാൽ അതിലൊന്നും പോയിട്ടില്ല. പുള്ളിയുടെ 2 മണിയിട്ട് ഇങ്ങനെ കാവലാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കറിയാമല്ലോ, പാമ്പെന്ന് പറഞ്ഞാൽ ഇഴജന്തു എന്നറിയുന്ന ഉരകം എന്ന് പറയുന്നത് നമ്മൾ കാത്തിരുന്നാലും നമ്മളെ കണ്ണു മുന്നേക്കിൽ പോകും, നമ്മളറിയത്തില്ല. പിന്നെ എന്തായാലും നമ്മൾ വെട്ടി നോക്കുകയാണ്, മണ്ണ് മാറ്റി നോക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം കുറേ ദൂരം മാറ്റി, എനക്കൊന്നും കാണില്ല. കുറച്ച് ഉള്ളിലേക്ക്, നല്ല ഉള്ളിലേക്ക് ഹോളുണ്ട്. അപ്പോൾ മിക്കവാറും ഇന്ന് വെളുക്കും. ഇന്നലെ ഉറങ്ങിയില്ല. രാവിലെ 6:30ക്കാണ് പണി കഴിഞ്ഞ്. ഇന്ന് രാവിലെ ഇന്നും സ്വാഹ. ഇവിടെ എന്തോ ഒരു അനക്കമുണ്ട്. അതാ ഉണ്ടാ ഇവർ പറയണത്. അപ്പോൾ ആ ദേഹത്ത് വട്ടമില്ലായിരുന്നു, ഉറക്കമുണ്ടായിരുന്നു, പത്തി എടുത്തതായിരിക്കുന്നു. കണ്ടാ മൂർഖൻ. ഇദ്ദേഹം പറഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്ത ഫോട്ടോയിൽ ഈ ഇന്തോനേഷ്യയിലുള്ള പാമ്പിൻ്റെ ഫോട്ടോയാണ് പുള്ളിയുടെ മൊബൈലിൽ കിടക്കുന്നത്. പക്ഷേ ഇത് മൂർഖൻ തന്നെയാണ് കേട്ടോ, കോബ്രതായിരിക്കും നമുക്ക് കാണുന്നതാ. കണ്ടാ രാത്രിയാവുന്നു, ഇനിയും കോളുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഇവിടെ അനങ്ങെന്താ, പുല്ല് അനങ്ങുന്നല്ല, പുല്ലല്ല ഈ മണ്ണ്. ആ ഹോള് നോക്കിക്കോളേ, ആ ഹോള് നോക്കിക്കോളൂ. അങ്ങോട്ടാണ്, താഴോട്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. വരണ കൊച്ചു കള്ള. ദാ പോണേ, ദാ പോണേ, ദാ പോണേ, ദാ പോണേ ചക്കരേ. എവിടെ പോണം മുത്തേ, എവിടെ പോണു? അതാ പോണു. കൂ 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 കൂ. അറിയാലോ, ഇപ്പോൾ വളം പൊഴിക്കാറായിരിക്കുന്ന ചൂട് സമയമാണ്. നമ്മളെന്തായാലും കുറച്ച് വെള്ളം കൊടുത്ത് പറഞ്ഞാൽ കുടിക്കുന്നുണ്ട്. വെള്ളം കൊടുത്ത് പറഞ്ഞാൽ കുടിച്ചിട്ടുണ്ട്. കണ്ടേ, നമുക്കറിയാലോ വെള്ളം കുടിക്കുന്നത് നമ്മൾ സ്ഥിരം. എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ ആദ്യത്തെ പാമ്പിന് വെള്ളം കൊടുക്കുന്നത് നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് നമ്മളായിരുന്നു. രാജവമ്പലയ്ക്ക് വെള്ളം കൊടുക്കുന്നൊരു വീഡിയോസ്. അതിനുശേഷം പിന്നെ എല്ലാവരും പാത്രത്തിൽ വെള്ളം കൊടുക്കുന്നുണ്ട്, കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നുണ്ട്, മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ വെള്ളം കൊടുക്കുന്നുണ്ട്, പിന്നെ സോപ്പിട്ട് തേച്ച് കഴുകുന്നുണ്ട്. നല്ല പടം പൊഴിക്കാറായി. അപ്പോൾ വെള്ളം ഇന്നോ നാളെയോ, ഇന്നല്ല നാളെയോ മറ്റന്നാളെ പടം പൊഴിക്കേണ്ടതാണ്. നല്ല എന്തായാലും ഇദ്ദേഹം കണ്ടിട്ട് പുള്ളിക്കാരത് മെനക്കെട്ട് അതിനുവേണ്ടി കാത്തു നിന്നു. അതുകൊണ്ട് അത് കിട്ടിയല്ലേ, ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. പുള്ളി മെനക്കെട്ട് അതിനെ വേണ്ടി കാത്തു നിന്നു. അതുകൊണ്ടാണ് അത് കിട്ടിയത്. ഇല്ലെങ്കിൽ കിട്ടാനേ പോകുന്നത്. നോക്കിയാൽ ഇപ്പോൾ നല്ല ടയർഡാണ്. ടയർഡ് വെച്ചാൽ പടം പൊഴിക്കാറായതുകൊണ്ടുള്ള ടയർഡാണ്. അല്ലാതെ ഭക്ഷണത്തിൽ വേറെ പ്രശ്നം. നമ്മളെ വിളിച്ച ചേട്ടനും ജിമ്മാണ്. ആ ജിമ്മിനെ പോലെ തന്നെ ഇതും ജിമ്മായിരിക്കുന്നു.
ലേശം ഒരു 8 വയസ്സോളം പ്രായം വരുന്ന ഒരു നല്ല ഒത്ത ഒരു മൂർഖനായത്. പക്ഷേ ഇദ്ദേഹം ഫോട്ടോ എടുത്ത് കണ്ടപ്പോൾ ഞാൻ മണ്ണൂടി എന്നറിയപ്പെടുന്ന മണ്ണൂടി ഈ സൈഡിലൊക്കെ 2 വലിയ വരയൊക്കെ കണ്ടു. അപ്പോൾ ദൂരെ നിന്ന് എടുത്തു എന്നാണ് പുള്ളി പറയുന്നത്. പക്ഷേ എന്തായാലും ഇത് മൂർഖനാണ്. പക്ഷേ ഇനിയൊരു സംശയമുള്ളത് ആ ഹോള് കുറേ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. നാളെ ഇനി വേറെ കണ്ടില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല, സാധ്യത കൂടുതലാണ്. ഇതിങ്ങനെ ഇരിക്കണം വിചാരിക്കണ്ട, ഇങ്ങനെ ഇരിക്കണം നോക്കണ്ട. അദ്ദേഹം നല്ല ആക്റ്റീവാണ്. പക്ഷേ ഇദ്ദേഹം പടം പൊഴിക്കാറായിട്ട് മാത്രമേ ഇങ്ങനെ സൈലൻ്റ്. പത്തി എടുത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർ പത്തിയില്ലാത്ത പത്തിയുള്ള പാമ്പുകളൊന്നും ഇത് കണക്ക് അവസരത്തിൽ കണ്ടിട്ട് ഒത്തിരി കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ വയ്യാതെ നടക്കുമ്പോൾ, ചിലപ്പോൾ എന്തെങ്കിലും അപകടത്തിൽ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും അകത്തെന്തെങ്കിലും വയറ്റിനകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ഇവരൊക്കെ പാമ്പ് ഇങ്ങനെ പത്തി എടുക്കാതെ ടയർഡായിട്ട് ഇങ്ങനെ കിടക്കും. പക്ഷേ ഇത് പടം പൊഴിക്കാറായതുകൊണ്ട് മാത്രമാണ് ഇത് എങ്ങനെ കിടക്കുന്നത് നോക്കിയുള്ളൂ. ഇനിയിപ്പോൾ അദ്ദേഹം പതുക്കെ മൂവ് ചെയ്ത് പോകും. പിന്നെ അങ്ങോട്ട് ജനുവരി പകുതി വരെ ഇണച്ചേരി തീരും. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മുട്ട നിക്ഷേപിക്കുന്ന സമയമാണ്. ജനുവരി അവസാനം ഫെബ്രുവരി മാസം ആദ്യമൊക്കെ ആകുമ്പോൾ മുട്ട സാറിന് ഇട്ട് കഴിയും. പിന്നെ അത് കഴിഞ്ഞാൽ മുട്ട വിരിയും. ഫെബ്രുവരി പകുതി കഴിഞ്ഞൊരു അവസാനമൊക്കെ ആകുമ്പോൾ മുട്ട ഏകദേശം ഒരു 1/4 ഭാഗം വിരിഞ്ഞ് തുടങ്ങിക്കഴിയും. പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആദ്യമാകുമ്പോൾ മൂർഖൻ്റെ മുട്ട വിരിഞ്ഞ് കഴിയും. മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ അണലിയുടെ പ്രസവം തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും അണലി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഈ 35-36 വർഷത്തെ സർവീസിനിടയിൽ ഇതുവരെ എനിക്ക് ഈ ഒരു മേഖല ഈ ബാലരാമപുരം ഈ ഭാഗത്ത് അണലി എന്ന് പറഞ്ഞാൽ അതിഥിയെ കിട്ടിയിട്ടില്ല. പക്ഷേ അണലി എന്ന് പറഞ്ഞാൽ ഇവർ വിളിച്ച സമയത്തൊക്കെ എനിക്ക് കിട്ടിയത് മണ്ണൂടി എന്നറിയപ്പെടുന്ന കോമൺ സാൻബോഗ് എന്നറിയപ്പെടുന്ന അതിഥിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സാറിനെ അല്ല കൂട്ടുകാരനെ നമ്മൾ ചാക്കിലാക്കുകയാണ്. അടിസാക്കേ അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മൂർഖനദിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ നന്ദി, നമസ്തേ.